അടയുടെ അമ്മാവൻ പുറത്തു പോയെന്നാ തോന്നുന്നു. പോയിട്ട് പിന്നെ വരാം. പോയിട്ട് പിന്നെ വരുമ്പോ കാറ് കിട്ടില്ല. ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ അകത്ത് കയറി ഇരിക്കാമായിരുന്നു. അമ്മാവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കും. അതിന് താക്കോല് വേണ്ടേ? താക്കോൽ എന്റെ ഉണ്ട്, പക്ഷെ ഇത് ഇതിന്റെ അല്ല, ആശുപത്രിയിലെയാ. നീ ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മാവന് ഭാര്യ മക്കളൊന്നുമില്ലേ? ഏയ് ഒറ്റ തടിയാ. അതാണ് നിന്നോട് ഇത്ര സ്നേഹം. നമ്മൾ തുറന്ന് അകത്ത് കയറിയാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നുന്നു? എന്റെ അമ്മാവന് ചേട്ടൻ ചുമ്മാതിരി. പഴയ മുറി തന്നെ, സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ചിക്കൻ അമ്മാനോട് കുറച്ച് ബാക്കി വെച്ചേക്കണേ. ആഹാ, സ്കാച്ച്. ഇനി ഒന്നും വേണ്ട, ഇത് കുടിച്ചിട്ട് മരിച്ചാ മതിയായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കടാ, അല്ലെങ്കിൽ പ്രാന്ത് വരും. ഇതാണ് സായിപ്പിന്റെ സ്റ്റൈൽ. എന്തൊരു എരി. നമ്മുടെ ഭാവനയുടെ വഴിയാ. ശബ്ദം കുറയ്ക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാം. ചിക്കൻ മതിയാക്ക് മതിയാക്ക്. പാട്ട് നിർത്ത്. അതല്ല ഇത്. പഴം. അതെ, ആ യെസ്, പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം. ഒന്ന് വേഗം വരണം. അയ്യോ, 4 പേരുണ്ട്. എന്നെ അറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം കിട്ടും. വണ്ടി വിടണ പോലീസിന് മുമ്പേ. ഓട്ടപ്പാട്ട കണ്ടപ്പോഴേ ഞാൻ കരുതിയോ കുഴയും. ഓട്ടപ്പാട്ട സ്റ്റാർട്ട് ആകുന്നില്ല, ഒന്ന് ഇറങ്ങി തള്ളേ. അകത്തായത് തന്നെ. ഒന്ന് തള്ളന്നേ. അനങ്ങളില്ല. ചങ്ക് പൊട്ട അയാൾ ഇപ്പൊ വരും. ഞാൻ കൂടെ ഇറങ്ങാം. നീ എവിടെ ഇറങ്ങാം? നീ കൂടെ ഇറങ്ങി. പിടിക്കാതെ ഇങ്ങോട്ട് പിടിക്കാതെ എല്ലാവരും കൂടെ തള്ളിയാലേ വണ്ടി പോവുള്ളൂ. യോ നമ്മള് കയറണ്ടേ? റിപ്പയറിന് വന്ന കാറ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോ പോട്ടെ. അതിടിച്ച് പപ്പടമാക്കിയതിന് ആരുത്തരം പറയും? മനപ്പൂർവ്വം ഇടിച്ച് പപ്പടമാക്കിയതല്ലോ ഗുരുവേ. വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ആ കാർ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം. അറിയാം, വല്ല ആക്രിക്കടയിലും കാണും. അല്ല, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, അതെപ്പ കൊണ്ടുപോയി? പോടോ. ഡോക്ടറോട് ഞാൻ എന്ത് സമാനം പറയും? അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കാറായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ സാധനം. ശവപ്പെട്ടിക്ക് 4 ടയർ. ഒരിക്കൽ ഭ്രാന്ത് വന്ന് ആശുപത്രിയിലായി. അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കൈയും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങിയത് എനിക്ക്. ഇനി ഇവിടെ പണിയില്ല, ഒരു കുന്തമില്ല. പോണം. പണിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇവിടെ വേറെയും വർക്ക്ഷോപ്പുകളുണ്ട്, അത് ഓർത്തോ. 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. തൽക്കാലം ഇത് മതി. 2 സ്മാളിനുണ്ട്. ഗുരുവേ, താൻ പോയില്ലടോ? ഇല്ല, ഇതെനിക്ക് വേണ്ട. എന്നാ പോയിക്കോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്?
എന്താ വേണ്ടേ? ഹുവായോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഹുവാറിന്ന് ചോദിക്കുന്ന മര്യാദയാണോ? പുരുഷന്മാർ മാത്രം താമസിക്കുന്ന വീട്ടില് നിങ്ങൾക്ക് എന്താ കാര്യം? ഈ ചോദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ? ഇവിടെ 4 പുരുഷന്മാർ താമസമുണ്ട്. അതിലേത് പുരുഷനെ കാണാനാണ് വന്നത്? 4 പേരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പിന്നെ ബെന്നിയെ? തീർച്ചയായും. ആളൊരു രസികനാണ്. എ നൈസ് ഫെലോ. ചീറ്റ്! ഈ വീട്ടില് നിങ്ങൾക്ക് എന്ത് കാര്യം? ഇതെന്റെ വീടാ. ഓ, അത്രത്തോളം എത്തിയല്ലേ? ഓ മൈ ഗോഡ്. ഹായ് ലീന. You cheat? എന്ത് പറ്റി? Tell me the truth. Who's that girl? ഏത് ഗേള്? നിങ്ങളുടെ വീട്ടിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന്? വീട്ടിൽ പെൺകുട്ടിയോ? ആ, എങ്കിലും ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടാവും. പറയില്ല അല്ലേ? ലീന, തമാശ കാണിക്കരുത്. ഏണി കുളിക്കരുത്. ഞാൻ താഴെ വീഴും. പ്ലീസ്. അയ്യോ, ഏണി മാറ്റരുത്. ഞാൻ താഴെ വീഴും. ഏണി ചാരാൻ. സത്യം പറ, ആ പെൺകുട്ടി ഏതാ? എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പെൺകുട്ടി ഇല്ല. അയ്യോ, ഏണി ചാര്. You liar! അതാര്? അറിയില്ലല്ലേ? ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ കൈ കുഴയുന്നു. ഏണി ചാര്. വീഴട്ടെ, വീണ് കയ്യും കാലും ഒടിയട്ടെ. വീണിട്ട് തലക്കടി കൊണ്ടാ ഞാൻ എല്ലാം മറക്കും. ഏണി ചാര്. ഉം. താഴെറങ്ങി വാ. I'll show you who I am. ഇനി പറ, അവൾ ആരാ? എനിക്കറിയില്ല. ഈ വേൾഡിൽ നീ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇത് സത്യം, സത്യം, സത്യം. കള്ളം. എന്നെ വിശ്വാസമില്ലല്ലേ?